ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഒരുപാട് എരിവുള്ള മുട്ടക്കറിയല്ല. എരിവ് അധികം പ്രതീക്ഷിക്കരുത്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടിട്ട് അതുപോലെ എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 മുട്ടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. നമ്മൾ 2 സവോള മീഡിയം വലിപ്പത്തിലുള്ളത് ഇതുപോലെ ചെറുതായിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി ഒരുപാട് ചെറുതായിട്ടുള്ള സവോളയേക്കാൾ വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു പീസ് ഇഞ്ചി ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെയുള്ള മസാലകളൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് 4 മുട്ടയാണെങ്കിലും ഈ ഇത്ര അളവിൽ തന്നെ മതി കേട്ടോ. 4 മുട്ടയ്ക്കും 3 മുട്ടയ്ക്കും ഈ ഒരു അളവ് തന്നെ മതി. പച്ചമുളകിൻ്റെ എണ്ണം മാത്രം 3 പച്ചമുളക് എന്നുള്ളത് 4 പച്ചമുളകാക്കി എടുക്കുക. അത് മാത്രമേ വ്യത്യാസം വരുത്താനുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കി എടുക്കാം. അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ മതി എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ. ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 വെളുത്തുള്ളി അല്ലി ചോപ്പ് ചെയ്ത് ചേർക്കാം. ഞാനിപ്പോൾ ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇഞ്ചി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. നമുക്ക് ഒരുപാട് ബ്രൗൺ ആയി പോകണ്ട, എങ്കിലും ഒന്ന് കളറൊക്കെ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റാം. ഒരു തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ചെറിയൊരളവിൽ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പിന്നെ സവോളയുടെ കളർ ഒന്ന് മാറി വരുന്നത് വരെ, ലൈറ്റായിട്ടൊരു ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പച്ചമുളകും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകും തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 3-4 മിനിറ്റ് വീണ്ടും ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചമുളകും തക്കാളിയും കുക്കായി വരും. അതിനുശേഷം വേണം നമ്മുടെ മസാലകൾ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നമ്മുടെ പൊടികൾ കുക്കായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികൾ നന്നായിട്ട് കുക്കായി വരും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറികളിൽ ഒന്നാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എളുപ്പത്തിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഒരു തക്കാളിയും 2 സവോളയും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ രാത്രി ഡിന്നറിനും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ തയ്യാറാക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെയാണ് സൈഡ് ഡിഷായിട്ട് ഇഷ്ടമായതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പലർക്കും പലതിൻ്റെയും കൂടെ ആയിരിക്കുമല്ലോ ഇഷ്ടമാവുന്നത്. അതുകൊണ്ടാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. പൊടികളൊന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ പൊടികളൊന്ന് നന്നായിട്ട് കുക്കായി വരാനും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരാനും നമ്മൾ വെള്ളം ചേർത്തൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് മുട്ടയ്ക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ചും കൂടി നമ്മളൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെള്ളത്തിൽ കിടന്നിട്ട് പൊടികളും തക്കാളിയും സവോളയും ഒക്കെ ഒന്ന് കുക്കായി വരട്ടെ.
ഒന്ന് നന്നായിട്ട് തിളച്ച് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങൾ വേണ്ടത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് മുഴുവനെ മുട്ട ചേർക്കാനാണ് താല്പര്യമെങ്കിൽ മുഴുവനെ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കട്ടെ. ഈ കറി ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചു. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങയുടെ 1/4 പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 1/2 കപ്പ് മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർക്കാം. ഇനി ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകരുത്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വയ്ക്കുക, ലോ ഫ്ലെയിം ആക്കി വയ്ക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ള സവാള വഴറ്റിയപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡായി വരാനാണ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒട്ടും കൂട്ടി വയ്ക്കരുത് കേട്ടോ. നമ്മളിതുപോലെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇനി മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി മുട്ടയിലേക്ക് ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് മിക്സായി വരുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് എരിവുണ്ടാവില്ല കേട്ടോ. ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടി പച്ചമുളക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് എരിവുള്ള റെസിപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിതൊന്ന് ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വരാനാണ്. തേങ്ങാപ്പാൽ തിളക്കരുത്. നന്നായിട്ടൊന്ന് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കറി, മുട്ടക്കറിയുടെ പരിപാടി. വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. സവോളയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ ഇതാ ആവിയൊക്കെ വന്നു തുടങ്ങി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ പിന്നെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോലല്ലോ, അത് പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.